ഇപ്പോൾ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി, സിനിമാ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സിനിമകൾ ചുരുക്കം ചിലത് കാണും, അത് ഉണ്ടെങ്കിൽ അത് വിശദാംശങ്ങൾ തരണമെന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. പക്ഷെ ആദ്യം തന്നെ എല്ലാ സിനിമയുടെ അനുമതി നിഷേധിച്ചു. പിന്നെ നമ്മൾ അനുമതി നിഷേധിച്ചതിന്റെ കാരണങ്ങളെല്ലാം മനസ്സിലാക്കി അതിന്റെ ആവശ്യകത വിശദീകരിച്ചുകൊണ്ട് നമ്മൾ വിശദമായ മറുപടി കൊടുത്തപ്പോൾ 154 സിനിമയ്ക്ക് അനുവാദം തന്നു. വീണ്ടും നമ്മൾ വിശദമായ സിനോപ്സിസ്, സിനിമകളുടെ മികവ്, പങ്കെടുത്ത ചലച്ചിത്രമേളകൾ, ലഭിച്ച അവാർഡുകൾ, ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വിശദമായ മറുപടി വീണ്ടും കൊടുത്തപ്പോൾ 14 സിനിമയ്ക്ക് വീണ്ടും അംഗീകാരം ലഭിച്ചു. ഇനി 19 സിനിമയ്ക്കാണ് അംഗീകാരം ലഭിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 7 സിനിമകൾ നമുക്ക് അതിന്റെ ഭാഗമായി നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ കാണുന്നതിനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഈ ചലച്ചിത്രമേളയിൽ സാധാരണ ചെയ്യുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങൾ, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ചലച്ചിത്ര പ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വെറും ചലച്ചിത്ര പ്രേമികൾ മാത്രമല്ല, ഉന്നതമായ സിനിമകൾ സംവിധാനം ചെയ്ത് നിർമ്മിച്ച അല്ലെ സിനിമയുടെ വിവിധ സാങ്കേതിക മേഖലകൾ പ്രവർത്തിക്കുന്ന ലോകപ്രസിദ്ധരായ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ 2 രാജ്യങ്ങളുടെ അംബാസിഡേഴ്സ് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പലസ്തീൻ്റെ 2 അംബാസിഡർമാർ തന്നെ പങ്കെടുത്തു. അപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള, ഒരുപക്ഷെ ലോകത്ത് ഇത്രയും രാജ്യങ്ങളുടെ പ്രാതിനിധ്യം, ജനങ്ങളുടെ പങ്കാളിത്തം, ചലച്ചിത്രപ്രവർത്തകരുടെ പങ്കാളിത്തം വരുന്ന മറ്റൊന്നിനും 10,000-കണക്കിന് ആൾ വന്നുകൊണ്ട് നമുക്ക് ഈ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? ഇവരാരെയോ ഭയപ്പെടുന്നു. ഇപ്പൊ പാലസ്തീൻ സിനിമകൾ കാണിക്കാൻ പാടില്ല. പാലസ്തീൻ സിനിമകളെന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകൾ, ആ സിനിമകൾ കാണിക്കേണ്ടെന്ന് പറയേണ്ട കാര്യം എന്താണ്? സിനിമയുടെ ഉള്ളടക്കം, ആ ഉള്ളടക്കം രാജ്യവിരുദ്ധമാണോ കാണിക്കേണ്ട? മനുഷ്യന് എന്തെങ്കിലും ജീവിതത്തിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിൽ തകരാറുണ്ടാക്കുന്ന സിനിമയാണോ കാണിക്കേണ്ട? നമ്മളൊരു സിനിമ കാണുന്നത് അതിന്റെ സാങ്കേതിക മികവ്, ആ സിനിമ നിർമ്മിച്ചപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സാമൂഹിക അന്തരീക്ഷം, അതിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അതിന്റെ മറ്റ് മൗലികമായ പ്രസക്തികൾ, ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു മേളയാണ് ഈ നടക്കുന്നത്. വെറുതെ ഒരു മേളയല്ല കേരള ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത്. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേളയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു മേളയാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ഭാഗം. 2, സിനിമാ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു മേളയാണിത്. രാജ്യത്തിന്റെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് വരികയാണ്. സിനിമാ ടൂറിസം നമ്മൾ വലിയ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാലത്ത് ഇപ്പൊ നമ്മുടെ സിനിമാ ടൂറിസം സംബന്ധിച്ച് വിശദമായ ചർച്ച ടൂറിസം മന്ത്രിയുമായിട്ട് നമ്മളിപ്പോൾ നടത്തി. കോൺക്ലേവ് നമ്മൾ ചർച്ച ചെയ്തു. കോൺക്ലേവിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുവരുന്ന സിനിമാ പോളിസിയിൽ സിനിമാ ടൂറിസം ഒരു പ്രധാന സബ്ജക്റ്റാണ്. കാരണം സിനിമാ ടൂറിസത്തിലൂടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ കാര്യമായ കാതലായ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് കഴിയുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ തരത്തിലും കേരളത്തെ ദ്രോഹിക്കുക. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പൊ 2,000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. നമുക്ക് ഇവിടുന്ന പൈസ 90% കേന്ദ്ര ഗവൺമെന്റും 10% സ്റ്റേറ്റും മുടക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പൊള്ളിച്ചടുക്കിയെന്ന് മാത്രമാണ്. അതിൽ 60-40 എന്നുള്ള ഷെയറിംഗ് വരുന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? ഇവിടുന്ന് GST വഴി എല്ലാ പണവും കൊണ്ടുവന്നു. സ്റ്റേറ്റിന്റെ വിഹിതം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് തരുന്നില്ല. എന്നാൽ സ്വന്തം കാലിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ 10 പൈസ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെല്ലാം പൊളിക്കുക. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരുമോ? ഏതെങ്കിലും ആള് സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരുമോ? അടുത്ത പ്രാവശ്യം മേള നടക്കുമോ? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം, ഇത് നമ്മുടെ മൗലികമായ അവകാശമാണ്. ആ മൗലികമായ അവകാശത്തെ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. ഇന്ത്യൻ ജനാധിപത്യം എത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്, ദുഃഖകരമാണ്.
എല്ലാവരും പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് അനുവാദം തരണമെന്നാണ് ഈ സിനിമകൾക്കപ്പുറം ഇത് കേരളത്തിനോട് പ്രത്യേകിച്ച് കാണിക്കുന്ന ഇതായിട്ടാണോ? നമ്മുടെ അപേക്ഷ ഡിസംബർ മാസത്തിൽ കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. ഓരോ അപേക്ഷയും വൈകിട്ടില്ല, സാധാരണ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മളൊരു മേള കഴിഞ്ഞാൽ അടുത്ത മേളയ്ക്ക് വേണ്ടിയുള്ള സിനിമ ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകമായ സമിതിയെ വെച്ച് പരിശോധിച്ച് കണ്ടെത്തി ആ സിനിമകളെല്ലാം പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്താണ് സെൻസർ പിന്നെ പ്രത്യേക എക്സംഷൻ വേണ്ടി കൊടുക്കുന്നത്. ആ എക്സംഷൻ കൊടുത്തത് ഒരു ടൈമിംഗും ഇല്ല. പ്രഥമ ദൃഷ്ടിയ തന്നെ ആദ്യം തന്നെ കൊടുത്തപ്പോൾ തന്നെ ഇത് തള്ളിക്കളയുകയാണ്. അപ്പോൾ അത് ബോധപൂർവ്വമാണ്. അപ്പോൾ നമ്മളെല്ലാ വിശദാംശങ്ങളും വെച്ച് കൊടുത്ത് സിനിമയുടെ മഹത്വവും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 154 സിനിമയ്ക്ക് അംഗീകാരം തന്നു. പിന്നെ വീണ്ടും നമ്മൾ കൊടുത്തപ്പോൾ 14 സിനിമയ്ക്ക് ഇനി 19 തരാൻ കിടക്കും. അല്ല ഇത് ഒരിക്കലും ഇത് കൊണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഈ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി 19 തീയതി അവസാനിക്കുകയല്ലേ. അതിനിടയ്ക്ക് സിനിമ കാണാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. അതിനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ജനാധിപത്യത്തിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ലെങ്കിൽ അധികാരം ഇല്ലായ്മയൊക്കെ വരും. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജനാധിപത്യപരമായ അതുപോലെ തന്നെ മതേതരപരമായ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനം നിന്നുകൊണ്ട് നമ്മൾ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യം നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള വിയോജിപ്പുകളും ഭിന്നിപ്പുകളും രാജ്യത്ത് വളർന്നു വരും. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും വലിയൊരു മേള, ഇന്ത്യയുടെ ഏറ്റവും വലിയ മേള, ലോകത്തെ തന്നെ എടുത്തു പറയാവുന്നൊരു മേള 10-29 വർഷമാണ് 30 എഡിഷൻ വന്നു. അത്ര വിജയകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷത്തെ പ്രയത്നമാണ് ഒരു മേള എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല. ഇത്രയും സിനിമ കണ്ടുപിടുത്തി ഇത് പരിശോധിച്ച് ഈ മേള ഒരു പരാതിയില്ലാതെ ഞാനിപ്പോൾ അഭിമാനത്തിൽ വന്നത് 5 വർഷം മന്ത്രി എന്നുള്ള നിലയിൽ ഇതിന്റെ ആദ്യാവസാനം ഇടപെടുന്ന ഒരാളാണ് ഞാൻ. ചലച്ചിത്ര അക്കാദമി വളരെ ഫലപ്രദമായി അവരുടെ ലീഡർഷിപ്പിൽ ഒരു പരാതിയുമില്ലാതെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ, കഴിഞ്ഞ വർഷത്തെ മേള എന്ന് പറയുമ്പോൾ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ കുറച്ച് പരിമിതിയൊക്കെ വന്നു. കഴിഞ്ഞ വർഷത്തെ മേള വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രോഗ്രാമുകളോടുകൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അത്രമാത്രം ലോകം ശ്രദ്ധിക്കുന്ന ഒരു മേളയെ തകർക്കാൻ, കൈകാര്യം ചെയ്യാൻ ഇതൊക്കെ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരാരെയൊക്കെ ഭയപ്പെടുന്നു. അതിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുന്ന് വിശദമായ കത്തുകൾ അയച്ചിട്ടുണ്ടിരിക്കുന്നു. അക്കാദമിയുടെ ചെയർമാൻ തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ കത്തുവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സമയത്തും നമുക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്യും. ഇത് യഥാർത്ഥത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല. സാധാരണ ഇത് കൊടുക്കും, അംഗീകാരം കിട്ടും, നമ്മുടെ ആളുകൾ സിനിമ കാണുന്നു. ഇതിന്റെ എല്ലാ സാങ്കേതിക മികവും ഇതിന്റെ അഭിനയ രീതികളും ഇതിന്റെ കലാമൂല്യവും ഇതിന്റെ ഒക്കെയാണ് ആൾക്ക് താല്പര്യം. അതാണ് ആൾ കാണാൻ വേണ്ടി വരുന്നത്. അതായത് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രചോദനമാണ്. കാരണം പുതിയ സാങ്കേതിക വിദ്യ ഒക്കെ പഠിക്കാൻ കഴിയുന്ന ഒരു സമയം. ശരി, സജി ചെറിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സനിസ ശോഭാചന്ദ്രൻ വീണ്ടും ചേരുന്നു. സനിസ, ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടിക്കെതിരെ ഡോക്ടർ ബിജു എന്ത് ആരോപണമാണ് ഉന്നയിക്കുന്നത്? ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഡോക്ടർ ബിജു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമിക്കാണ് വിമർശനം വരുന്നത്. എന്തുകൊണ്ട് ചലച്ചിത്ര അക്കാദമി വൈകി ഇത് ഈ എക്സംഷൻ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ നൽകി, എന്തുകൊണ്ട് അനുമതി ലഭിക്കാത്ത ചിത്രങ്ങൾ ഷെഡ്യൂൾ ചെയ്തു എന്ന ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി എന്തുകൊണ്ട് മേള നടക്കുന്ന തിരുവനന്തപുരത്ത് ഇല്ല, ഒരു ഡമ്മി ചെയർമാൻ എന്തിനാണ് ചലച്ചിത്ര അക്കാദമിക്ക്, അതിന്റെ ആവശ്യകത എന്താണ്, എന്തുകൊണ്ട് ചലച്ചിത്ര അക്കാദമി ഇത്തരത്തിലൊരു ചെയർമാനെ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ അടക്കം നടക്കുന്ന സമയത്തും മേള 7 ദിവസം ഇവിടെ നടക്കുന്ന സമയത്തും ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള റസൂൽ പൂക്കുട്ടി ഇവിടെ ഇല്ല എന്ന ചോദ്യം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡോക്ടർ ബിജുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമിക്കെതിരായിട്ട് വളരെ ശക്തമായ ഒരു വിമർശനം ഈ 19 സിനിമകൾ പ്രദർശിപ്പിക്കാത്ത വിഷയത്തിൽ വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ മുൻപേ തന്നെ ഈ സിനിമകൾക്ക് എക്സംഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അനുമതിക്കുള്ള അപേക്ഷ വൈകിയാണോ നൽകിയത് എന്ന ചോദ്യം ചലച്ചിത്ര അക്കാദമിയോട് ചോദിച്ചതാണ്. അതിനവർ നൽകിയ ഉത്തരം സ്വാഭാവികമായും എല്ലാ സമയത്തും 29 വർഷവും ഇത്തരത്തിൽ എക്സംഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി നൽകിയ അപേക്ഷ നൽകുന്ന അതേ സമയത്ത് തന്നെ സാധാരണഗതിയിൽ ഈ അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യമാണ് ഇത്രയും വലിയൊരു ഇടപെടൽ കേന്ദ്ര സെൻസർ ബോർഡിന്റെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ മേലിൽ നിന്ന് ചലച്ചിത്ര
ചലച്ചിത്രമേളയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രവണത കാണുന്നത്. ഇതിനു മുൻപും 1-2 ഡോക്യുമെന്ററികൾക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് അനുമതിക്കുള്ള അപേക്ഷ നൽകി ആ അനുമതി വാങ്ങിച്ചെടുത്ത് പിന്നീട് ഷെഡ്യൂൾ ചെയ്ത് പ്രദർശിപ്പിച്ചതിന്റെ ഒക്കെ ചരിത്രം ചലച്ചിത്ര അക്കാദമി അവിടെ വക്താക്കൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പ്രശ്നമല്ല, ഇതിൽ ഒരു വീഴ്ച വന്നിട്ടില്ല എന്നാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്പസമയം മുൻപ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഈ പ്രദർശനാനുമതി നിരോധിച്ച അല്ലെങ്കിൽ നിഷേധിച്ച സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതിന് അനുമതി നൽകാത്തത്. കൂടാതെ തന്നെ ഇത്തരം ഫെസ്റ്റിവലുകൾ IFFK പോലെയുള്ള ഫെസ്റ്റിവലുകളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അനുമതി മാത്രമാണ് എക്സംഷൻ സർട്ടിഫിക്കറ്റ്. ഇത് സാധാരണഗതിയിൽ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഈ 19 ചിത്രങ്ങളുടെയും രാഷ്ട്രീയം കൊണ്ടാണ് ഇത് ലഭിക്കാത്തത് എന്ന് വളരെ വ്യക്തമായ ഒരു സാഹചര്യമാണ് സാംസ്കാരിക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെ ചലച്ചിത്ര അക്കാദമി അടക്കം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കൂടാതെ തന്നെ എന്തുകൊണ്ട് ഈ സിനിമകൾക്കൊന്നും എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നതിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള വിശദീകരണവും ഇത്തരത്തിൽ ലഭിച്ചിട്ടില്ല എന്നും ചലച്ചിത്ര അക്കാദമി വ്യക്തമാക്കുന്നുണ്ട്.